In this video, we can learn SMIME, that is Multi-Purpose Internet Mail Extension. These are the contents: Introduction, RFC 822, MIME and SMIME. SMIME, Secure Multi-Purpose Internet Mail Extension. It is a security enhancement to the MIME. MIME is used for email format standard. Normally, MIME ആണ് email use ചെയ്യുന്ന സ്റ്റാൻഡേർഡ്. അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ചും കൂടി അതിന് എൻഹാൻസ്മെന്റ് വരുത്തി സെക്യൂരിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സെക്യൂർ മൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ PGP പോലെ തന്നെ PGPയുടെ സിമിലർ ഫംഗ്ഷൻ ആണ് SMIME ചെയ്യുന്നത്. PGP is used for email security. അതുപോലെ തന്നെയാണ് SMIME ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിനൊക്കെ യൂസ് ചെയ്യുന്ന SMIME ആണ്. ഓർഗനൈസേഷണൽ കമേഴ്സ്യൽ യൂസിനൊക്കെ SMIME ആണ് യൂസ് ചെയ്യുന്നത്. PGP നോർമലി യൂസ് ചെയ്യുന്നത് പേഴ്സണൽ ഇമെയിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ രണ്ട് ടെക്നോളജിയും യൂസ് ചെയ്യുന്ന SMIMEയും അതുപോലെ തന്നെ PGPയും both are for email security, but PGP is for personal use and SMIME is used for commercial and organizational use. SMIME is defined in a number of documents. SMIME define ചെയ്തിരിക്കുന്ന different RFC request for comments പറയുന്ന ഇന്റർനെറ്റ് സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റ്സ് ആണ്. ഈ ഡോക്യുമെന്റ്സിലൊക്കെ ഈ SMIME പറ്റി പറഞ്ഞിട്ടുണ്ട്. To understand SMIME, secure MIME പഠിക്കുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ ഈ MIME ആദ്യം അറിഞ്ഞിരിക്കണം. ഇമെയിൽ ഫോർമാറ്റ്, അണ്ടർലൈങ് ഇമെയിൽ ഫോർമാറ്റ് MIME ആണ്. MIME കഴിഞ്ഞിട്ടാണ് നമുക്ക് സെക്യൂർ MIMEയിലേക്ക് വരുന്നത്. ഈ MIMEയിലേക്ക് വരുന്നതിന് മുമ്പ് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ട്രഡീഷണൽ ഇമെയിൽ ഫോർമാറ്റ്സ് ആണ്, സ്റ്റാൻഡേർഡ് ആണ് RFC 822. അപ്പോൾ RFC നമുക്ക് അതുപോലെ അറിഞ്ഞിരിക്കണം. RFC 822 defines a format for text messages that are sent using electronic mail, only for text messages. This standard is based on internet-based text mail message and remains in common use. RFC 822-ന് രണ്ട് പാർട്ടാണ് ഓരോ മെസ്സേജിനുള്ളത്. സോ ഒരു പാർട്ട് എന്ന് പറയുന്നത് envelope പാർട്ട്, then other part is contents. ഇപ്പോൾ നമ്മളൊരു ലെറ്റർ സെൻഡ് ചെയ്യണമെങ്കിലും, ഒരു ഫിസിക്കൽ ഒരു ലെറ്റർ സെൻഡ് ചെയ്യണമെങ്കിലും ഒരു എൻവലപ്പ് എടുത്ത് ആ എൻവലപ്പിനകത്താക്കിയിട്ടാണ് നമ്മൾ ആ ലെറ്ററിനെ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എൻവലപ്പിന്റെ യൂസ് ഇതിൽ എന്താണ്? എൻവലപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ, പ്രോപ്പറായിട്ട് ഈ ലെറ്ററിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും അതുപോലെ ട്രാൻസ്മിഷൻ ആൻഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് എൻവലപ്പ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് എൻവലപ്പിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും, എൻവലപ്പിൽ നമ്മളൊരു അഡ്രസ്സ് എഴുതും, അപ്പോൾ ആ സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം, ഡെലിവർ ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടൻസിലാണ് ആക്ച്വൽ മെസ്സേജ്, അതിന് ഇൻസൈഡാണ് ആക്ച്വൽ മെസ്സേജ് വരുന്നത്. അപ്പോൾ അതുപോലെ ഇതിലും അതുപോലെ എൻവലപ്പ് എന്ന് പറയുമ്പോൾ കണ്ടെയ്ൻസ് വാട്ട് എവർ ഇൻഫർമേഷൻ ഈസ് നീഡഡ് ടു അക്കംപ്ലിഷ് ട്രാൻസ്മിഷൻ ആൻഡ് ഡെലിവറി. ദ കണ്ടൻസ് കമ്പോസ് ദ ഒബ്ജക്ട് ടു ബി ഡെലിവേർഡ് ടു ദ റെസിപ്പിയൻറ്റ്. ഈ RFC 822 സ്റ്റാൻഡേർഡ് അപ്ലൈസ് ഓൺലി ടു ദ കണ്ടൻസ്. കണ്ടൻസിന് മാത്രമാണ് ഈ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യുന്നത്. ഹവർ ദ കണ്ടന്റ് സ്റ്റാൻഡേർഡ് ഇൻക്ലൂഡ്സ് എ സെറ്റ് ഓഫ് ഹെഡർ ഫീൽഡ്സ് that may be used by the mail system to create the envelope. Content fieldsലും header fields വെക്കാറുണ്ട്. RFC 822 എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു മെസ്സേജ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഹെഡർ ലൈൻസും അത് കഴിഞ്ഞ് ബോഡി ഉണ്ടായിരിക്കും. The header is separated from the body by a blank line. ഇതാണ് ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഇമെയിലിൽ നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴത്തെ എക്സാമ്പിൾ ഇതാണ്. ഇതിലൊക്കെ ഡേറ്റ്, then from, subject, to, then CC, ഇതൊക്കെ ഇത്രയ്ക്കും ഹെഡറിന്റെ പാർട്ടാണ്. ഹെഡർ കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് സ്പേസ് കഴിഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത്. ഇതാണ് മെസ്സേജ് ബോഡി. ദിസ് ഇസ് എ ഹെഡർ ആൻഡ് ദിസ് ഇസ് ദ ബോഡി. ഇവിടെ ഡേറ്റ്, ഫ്രം, സബ്ജക്ട്, ടു, CC എന്നൊക്കെ പറയുന്നത് കീവേഡ്സ് ആണ്. മെസ്സേജ് ID എന്ന് പറഞ്ഞ കീവേഡ് കൂടി വേണമെങ്കിൽ ഇതിലൊപ്പം ഇൻക്ലൂഡ് ചെയ്യാം. Limitations of RFC 822 or simple SMTP, simple mail transfer protocol. First limitation is cannot transmit executable files. exe ഫയൽസും ബൈനറി ഒബ്ജക്ട്സും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ other than English language characters not supported in the messages. Then mail messages limited to a certain size. Then doesn't support non-textual data. ഇതൊക്കെയാണ് RFC 822 or SMTP പ്രോട്ടോകോൾസിന്റെ ഒക്കെ ലിമിറ്റേഷൻ. SMTP നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്, മെയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ്. അപ്പം അതിന്റെ ഈ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MIME പ്രോട്ടോകോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ പ്രോട്ടോകോൾ കൊണ്ടുവന്നത്. വിച്ച് ഷുഡ് ബി കമ്പാറ്റബിൾ വിത്ത് എക്സിസ്റ്റിംഗ് RFC 822 ഇംപ്ലിമെന്റേഷൻ. MIME സ്പെസിഫിക്കേഷനിൽ മെയിൻലി 3 കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ RFC 822 ഹെഡറും കണ്ടന്റും ആയിട്ടാണ് മെസ്സേജിനെ വെച്ചിരിക്കുന്നത്. ഇതിൽ MIME കൂടുതൽ അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ 5 ന്യൂ മെസ്സേജ് ഹെഡർ ഫീൽഡ്സ്, 5 ഹെഡർ ഫീൽഡ്സും കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. വിച്ച് മേ ബി ഇൻക്ലൂഡഡ് ഇൻ RFC 822 ഹെഡർ.
These fields provide information about the body of the message. Message body ne പറ്റി information ആണ് ഇതിൽ കൊടുക്കുന്നത്. 5 new header fields വരുന്നുണ്ട്. Then a number of content formats are defined. So normally ഫോർമാറ്റ് എന്ന് പറയുന്നത് ടെക്സ്ച്വൽ ഡാറ്റ മാത്രമായിരുന്നു. MIME മൈമിനകത്ത് മൾട്ടിമീഡിയ ഡാറ്റേനെയും കൂടി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ, അപ്പോൾ മൾട്ടിമീഡിയ ഡാറ്റേനെയും കൂടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. Then transfer encode. Third point is transfer encodings are defined. Transfer encodings എന്ന് പറയുന്ന ഒരു ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. That enable the conversion of any content format into a form that is protected from modification by the mail system. അപ്പോൾ 3 കാര്യങ്ങളാണ് മൈമിൽ അഡീഷണൽ ആയിട്ട് വരുന്നത്. First one is 5 new header fields, and second one is a number of content formats including multimedia. Then third one is the transfer encodings which protect data from alteration by the mail system. 5 header fields in MIME. First field ആണ് MIME version. MIME version എന്ന് പറയുന്നത് 1 ആണ് value. This field indicates that the message conforms to RFCs 2045 and 2046. Then second field എന്ന് പറയുന്നത് content type. So എന്ത് content ആണ് ഈ മെസ്സേജിലുള്ള ആ കണ്ടന്റിന്റെ ടൈപ്പ് എന്താണെന്നാണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. Describes the data contained in the body with sufficient detail. എന്ത് ടൈപ്പ് കണ്ടന്റ് ആണ്. So the receiving user can take a mechanism to represent the data to the user or otherwise deal with the data in appropriate manner. കണ്ടന്റിന്റെ ടൈപ്പ് എന്താണെന്ന് വരുന്ന ഇൻഫർമേഷൻ ആണ് കണ്ടന്റ് ടൈപ്പിൽ പറയുന്നത്. Then content transfer encoding indicates the type of transformation that has been used to represent the body of the message in a way that is acceptable for mail transport. Then content ID, unique ID ഓരോ MIME entityക്കും കൊടുക്കുന്നുണ്ട്. അതിനെയാണ് content ID എന്ന് പറയുന്നത്. Then content description. ഒരു ഓഡിയോ ഡാറ്റ ഒക്കെ ആണെങ്കിൽ ആ ഓഡിയോനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. A text description of the object with the body. This is useful when the object is not readable. MIME content types. MIME എന്ന് പറയുന്നത് ഇമെയിലിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് MIME സ്റ്റാൻഡേർഡ്. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then MIME specification is concerned with the definition of variety of content types. അപ്പോൾ MIME-ന്റെ different types of കണ്ടന്റ്സ് ഉണ്ട്. അപ്പോൾ MIME ഹെഡറിൽ ഒരു ഫീൽഡ് ആണ് കണ്ടന്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടന്റ്സ് ആണ് ഒരു MIME മെസ്സേജിൽ വരുന്നത്. സോ ഓരോ ടൈപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് 7 ഡിഫറെന്റ് മേജർ ടൈപ്സ് ഉണ്ട്. ഓരോന്നിനും സബ് ടൈപ്സ് ഉണ്ട്. സോ ഫസ്റ്റ് ടൈപ്പ് ഈസ് ഇറ്റ് ക്യാൻ ബി എ ടെക്സ്റ്റ്. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് 2 ടൈപ്പ് ടെക്സ്റ്റ് ആണ് വരുന്നത്. പ്ലെയിൻ ടെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ബി എ പ്ലെയിൻ ടെക്സ്റ്റ്, അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് ഓർ എൻറിച്ച്ഡ് ടെക്സ്റ്റ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ ഫോർമാറ്റ് ഫ്ലെക്സിബിലിറ്റി. അങ്ങനെ ടെക്സ്റ്റ് ടൈപ്പിന്റെ 2 സബ് ടൈപ്പ് ആണത്. ഈ നെക്സ്റ്റ് മൈമിന്റെ കണ്ടന്റ് ടൈപ്പ് ആണ് മൾട്ടി പാർട്ട്. അപ്പോൾ ഒരു MIME മെസ്സേജ്, ഒരു ഇമെയിൽ മെസ്സേജ് MIME ഫോർമാറ്റ് യൂസ് ചെയ്യുമ്പോൾ മൾട്ടി പാർട്ട് കണ്ടന്റ് വരാം. മൾട്ടി പാർട്ട് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് പാർട്സ് അതിലുണ്ടായിരിക്കും. ഈ മൾട്ടി പാർട്ട് ടൈപ്പ് തന്നെ പല സബ് ടൈപ്സ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് മിക്സ്ഡ് ടൈപ്പ്. മിക്സ്ഡ് ടൈപ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് പാർട്സ് ആർ ഇൻഡിപെൻഡന്റ് ബട്ട് ആർ ടു ബി ട്രാൻസ്മിറ്റഡ് ടുഗെദർ. They should be presented to the receiver in the order that they appear in the mail message. ഇപ്പോൾ ഒരു മെയിലിന് തന്നെ ഡിഫറെന്റ് പാർട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ അത് റിസീവറിന് സെയിം ഓർഡറിൽ തന്നെ പ്രസന്റ് ചെയ്യണം. ദെൻ പാരലൽ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് പാർട്സ് ഉണ്ടായിരിക്കും, പക്ഷെ ഓർഡർ സെയിം ഓർഡറിൽ തന്നെ പ്രസന്റ് ചെയ്യണമെന്നില്ല. പാരലൽ ആയിട്ട് പ്രസന്റ് ചെയ്യാം ഓരോന്നും. ഡിഫേഴ്സ് ഫ്രം മിക്സ്ഡ് ഓൺലി ഇൻ ദാറ്റ് നോ ഓർഡർ ഈസ് ഡിഫൈൻഡ് ഫോർ ഡെലിവറി ദ പാർട്സ് ടു ദ റിസീവർ. ദെൻ ഓൾട്ടർനേറ്റീവ് സബ് ടൈപ്പ്. The different parts are alternative versions of the same information. Same information തന്നെ different ഫോംസിലായിരിക്കും. മേ ബി ഇൻ ടെക്സ്റ്റ് ഫോർമാറ്റ് ഓർ അതർ ഫോർമാറ്റിലായിരിക്കും, ബട്ട് സെയിം ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ യൂസറിന് അതിൽ നിന്ന് റെസിപ്പിയന്റിന് അതിൽ നിന്ന് ബെസ്റ്റ് വെർഷൻ എടുക്കാനായിട്ട് പറ്റും. ദെൻ ഡൈജസ്റ്റ്, സിമിലർ ടു മിക്സ്ഡ് ബട്ട് ദ ഡീഫോൾട്ട് ടൈപ്പ് ഓർ സബ് ടൈപ്പ് ഓഫ് ഈച്ച് പാർട്ട് ഇസ് മെസ്സേജ്. ഡൈജസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോന്നും ഇൻഡിപെൻഡന്റ് മെസ്സേജുകളായിരിക്കും. ദെൻ മെസ്സേജ് ടൈപ്പ്, ദ ബോഡി ഇറ്റ് സെൽഫ് ഈസ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് കണ്ടന്റ് ടൈപ്പ് ആണ് മെസ്സേജ് എന്ന് പറഞ്ഞ കണ്ടന്റ് ടൈപ്പ്. അതിന് 2 സബ് ടൈപ്സ് ഉണ്ട്. അതിന് 3 സബ് ടൈപ്സ് ഉണ്ട്. RFC 822 പാർഷ്യൽ ആൻഡ് എക്സ്റ്റേണൽ ബോഡി. RFC 822, the body is itself an encapsulated message that conforms to RFC 822 standard. ഈ MIME ടൈപ്പിന്റെ ബോഡി എന്ന് പറയുന്നത് ഒരു മെസ്സേജ് തന്നെയായിരിക്കും. RFC 822 സ്റ്റാൻഡേർഡായിട്ട് കൺഫേം ചെയ്യുന്ന ഒരു മെസ്സേജ് ആയിരിക്കും. ദെൻ പാർഷ്യൽ, യൂസ് ടു allow fragmentation of large mail system in a way that is transparent to the recipient. ഫ്രാഗ്മെന്റേഷൻ അലൗ ചെയ്യുന്നതിനാണ് പാർഷ്യൽ സബ് ടൈപ്പ് എന്ന് പറയുന്നത്. ഒരു വലിയ മെസ്സേജ് ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് ഡിഫറെന്റ് പാർട്സ് ആക്കി അങ്ങനെ സെൻഡ് ചെയ്യുന്നു. ദെൻ എക്സ്റ്റേണൽ ബോഡി എന്ന് പറയുമ്പോൾ
മെസ്സേജ് ആ മെയിലിനകത്ത് മെസ്സേജ് ആക്ച്വൽ മെസ്സേജ് ഉണ്ടായിരിക്കില്ല, അതിലേക്കുള്ള ഒരു പോയിന്റർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ലിങ്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത ഒരു എക്സ്റ്റേണൽ ഇതിലേക്ക് അത് പോകും. കണ്ടെയ്ൻസ് എ പോയിന്റർ ടു ആൻ ഒബ്ജക്ട് ദാറ്റ് എക്സിസ്റ്റ് elsewhere. Then another type is the image type. Image type can be JPEG and GIF. Then video type MPEG, audio basic audio type. Then application എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്, പോസ്റ്റ് സ്ക്രിപ്റ്റും ഒക്ടറ്റ് സ്ട്രീമും. ഓരോ കണ്ടന്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞതിന്റെ ഓരോന്നിന്റെയും 7 കണ്ടന്റ് ടൈപ്സ് പറഞ്ഞു, അതിന്റെ സബ് ടൈപ്സ് പറഞ്ഞു, അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത്. So for the text type of body, no special software is required to get the full meaning of the text aside from support of the indicated character set. ടെക്സ്റ്റ് സബ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൈം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഒരു ഇമെയിലിലെ കണ്ടന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു ഇമെയിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിലെ കണ്ടന്റിനെ ഒരു സ്റ്റാൻഡേർഡ് വേയിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടന്റ് എന്ത് ടൈപ്പ് ആയിരിക്കും എന്നുള്ളതിന് ഫസ്റ്റ് ടൈപ്പ് ടെക്സ്റ്റ് ടൈപ്പ്, അതിന്റെ ഒരു സബ് ടൈപ്സ് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റ് വിച്ച് ഈസ് സിംപ്ലി സ്ട്രിംഗ് ഓഫ് ASCII ക്യാരക്ടേഴ്സ്. പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ASCII ക്യാരക്ടേഴ്സ് മാത്രമായിരിക്കും. ദെൻ enriched subtype allows greater formatting flexibility. Then multi-part എന്ന് പറഞ്ഞപ്പോൾ indicates that the body contains multiple independent parts. Body of the message contains multiple independent parts. ഒരു ഇമെയിലിൽ തന്നെ ഡിഫറെന്റ് പാർട്സ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ അതിന് ഡിഫറെന്റ് സബ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് എ മിക്സ്ഡ് സബ് ടൈപ്പ് ഈസ് യൂസ്ഡ് വെൻ ദർ ആർ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ബോഡി പാർട്സ് ദാറ്റ് നീഡ് ടു ബി ബണ്ടിൽഡ് ഇൻ എ പെർട്ടിക്കുലർ ഓർഡർ. ഒരു ഓർഡറിലായിരിക്കും ഓരോ ഡിഫറെന്റ് പാർട്സും ഇരിക്കുന്നത്. ദെൻ പാരലൽ സബ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ദ ഓർഡർ ഇസ് not significant. For example, a picture or text part could be accompanied by a voice commentary that is played while the picture or text is displayed. ഒരു പിക്ചർ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മളൊരു മെയിലിൽ ഒരു പിക്ചറും ഡിസ്പ്ലേ ചെയ്യുമ്പോൾ തന്നെ അതിന് ഒരു വോയിസ് കമന്ററി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അത് രണ്ടും പാരലൽ ആയിട്ട് വരുന്നു. പിക്ചർ ഡിസ്പ്ലേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വോയിസ് കമന്ററി വരുന്നു. അപ്പോൾ അതൊരു പാരലൽ സബ് ടൈപ്പ് ആണ്. അതായത് പിക്ചർ കഴിഞ്ഞിട്ടല്ല വോയിസ് വരുന്നത്, ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ പാരലൽ ആയിട്ട് വരുന്ന ഒരു സബ് ടൈപ്പ് ആണത്. So multi-partil വരുന്ന another subtype ആണ് alternative subtype. Alternative subtype means alternative. The various parts are different representation of the same information. Same information തന്നെയായിരിക്കും ആ മെയിലിൽ ഉണ്ടായിരിക്കും, അതിനെ ഡിഫറെന്റ് റെപ്രസെന്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് alternative subtype എന്ന് പറയുന്നത്. Then digest subtype is this subtype enables the construction of a message whose parts are individual messages. അപ്പോൾ ഇത് ഒരു ഇമെയിലിൽ ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ ആ മെസ്സേജിൽ തന്നെ ഡിഫറെന്റ് മെസ്സേജസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, the moderator of a group might collect email messages from participants, bundle these messages and send them out in one encapsulated MIME message. ഒരു ഗ്രൂപ്പിന്റെ അഡ്മിൻ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലെ എല്ലാ ഇമെയിൽ മെസ്സേജും കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് ബണ്ടിൽ ടുഗദർ ആയിട്ട് ഒരുമിച്ച് ഒരു മൈം എൻറ്റിറ്റി ആക്കിയിട്ട് മൈം മെസ്സേജ് ആക്കിയിട്ട് അതിനെ സെൻഡ് ചെയ്യും. അപ്പോൾ ആ മൈം മെസ്സേജിന്റെ പ്രത്യേകത എന്താണ്? അതിനകത്തുള്ള ഓരോന്നും ഇൻഡിവിജ്വൽ മെസ്സേജസ് ആണ്. Then next type എന്ന് പറയുന്നത് content type ആണ് message type. Provides a number of important capabilities in MIME. Message type ലെ first subtype ആണ് RFC 822. Indicates that the body is an entire message including header and body. അപ്പോൾ അതിനകത്ത് body എന്ന് പറയുമ്പോൾ entire മെസ്സേജിന്റെ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും കൊടുക്കുക, header body അങ്ങനത്തെ ഒരു ഫോർമാറ്റിലായിരിക്കും. Then message subtype ലെ another subtype ആണ് partial subtype. മെസ്സേജിലെ that enables fragmentation of a large message into a number of parts which must be reassembled at the receiver. The message external subtype, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? Actual data to be conveyed in this message are not contained in the body. Instead of that, pointer ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കും. Then the application type, content type, refers to the other kind of data, like binary dataയ്ക്കാണ് application type യൂസ് ചെയ്യുന്നത്, or email based application. അപ്പോൾ അതിനൊക്കെയാണ് application type യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെന്റ് MIME content types എന്ന് പറയുമ്പോൾ ഈ content types ആണ് പറയുന്നത്. Then next is MIME transfer encodings. ഇപ്പോൾ MIMEന്റെ ഡിഫറെന്റ് കണ്ടന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പറഞ്ഞു. ഇനി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ഇമെയിൽ മെസ്സേജിനെ നമ്മൾ നെറ്റ്വർക്കിൽ കൂടെയാണ് ട്രാൻസ്ഫർ ചെയ്ത് റിസീവറിനെത്താം. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു എൻകോഡിംഗ് സ്കീം യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എൻകോഡിംഗ് ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യും. So the other major component of MIME specification, in addition to content type specification, is a definition of transfer encodings for message bodies. The objective is to provide reliable delivery across the largest range of environments. ഇതിനകത്ത് വരുന്ന ട്രാൻസ്ഫർ എൻകോഡിംഗിൽ വരുന്ന ഇപ്പോൾ ട്രാൻസ്ഫർ എൻകോഡിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ടായിരിക്കും മൈമിൽ. ആ ഫീൽഡിന് എത്ര വാല്യൂസ് എടുക്കാൻ പറ്റും? 6 വാല്യൂസ് എടുക്കാൻ പറ്റും. സോ ഫസ്റ്റ് എൻകോഡിംഗ് എന്ന് പറയുന്നത് 7-bit. The data are all represented by short lines of ASCII characters. 7-bit encoding ASCII characters മാത്രമാണ് ഉണ്ടാവുക. 8-bit
നോൺ ആസ്കി ക്യാരക്ടേഴ്സും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. ദെൻ ബൈനറി ടൈപ്പിൽ നോട്ട് ഓൺലി may non-ASCII characters be present about the lines are not necessarily short enough for SMTP transport. ലൈൻസ് അത്ര ഷോർട്ട് ആയിരിക്കില്ല SMTP ട്രാൻസ്പോർട്ടിന്. SMTP എന്ന് പറയുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഇമെയിലിന്റെ ട്രാൻസ്ഫർ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ്. അപ്പൊ അതിന്റെ മാച്ച് ചെയ്യുന്ന ഒരു ഷോർട്ട് മെസ്സേജസ് ആയിരിക്കില്ല. Then next is quoted printable, another type of encoding. That is encodes the data in such a way that if the data being encoded are mostly ASCII text, the encoded form of the data remains largely recognizable by humans. Mainly human recognizable ഫോമിലായിരിക്കും ഇത് quoted printable വരുന്നത്. Then base 64 എന്ന് പറയുന്നത് നമ്മൾ PGP യൂസ് ചെയ്യുന്ന എൻകോഡിംഗ് ആണ്. base 64 എൻകോഡിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ encodes the data by mapping 6-bit ബ്ലോക്കിനെ 8-bit ബ്ലോക്ക് ആക്കി അങ്ങനെ ഒരു മാപ്പിംഗ് ചെയ്യുന്നു. എന്താണ് base 64 എൻകോഡിംഗ് എന്ന് പറയും. Then X token എന്ന് പറഞ്ഞ ഒരു നോൺ സ്റ്റാൻഡേർഡ് എൻകോഡിംഗ് ആണ്. അതായത് ഒരു അപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് വരുന്ന ഒരു എൻകോഡിംഗ് ആണത്. അപ്പൊ ഇതൊക്കെയാണ് ഇമെയിലിനെ ഇത് ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പൊ ഒരു ഇമെയിലിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, മൈം മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, മൈം സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള ഇമെയിൽ മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നെറ്റ്വർക്കിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു എൻകോഡ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന എൻകോഡിംഗ് ആണ് ഈ ഡിഫറെന്റ് 6 ടൈപ്സ് ആണ് അതിൽ വരുന്നത്. ടേബിളിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടേബിളിലെ ഓരോ വാല്യൂസിനെ പറ്റി മൈം ട്രാൻസ്ഫർ എൻകോഡിംഗ്സ്. So 3 of these values 7-bit, 8-bit and binary indicate that no encoding ഒന്നും അതിൽ യൂസ് ചെയ്യുന്നില്ല has been done but provides some information about the nature of the data. Then X token which indicates that some other encoding scheme is used for which a name is to be supplied. This could be a vendor specific or application specific scheme. അതാണ് X token ടൈപ്പിൽ വരുന്നത്. ഈ ആക്ച്വലി വരുന്ന 2 ടൈപ്സ് എന്ന് പറയുന്നത് കോട്ടഡ് പ്രിന്റബിളും base 64 ട്രാൻസ്ഫർ എൻകോഡിംഗും ആണ്. കോട്ടഡ് പ്രിന്റബിളിന് ഹ്യൂമൻ റെക്കഗ്നൈസ്ഡ് ASCII ക്യാരക്ടേഴ്സ് ആയിരിക്കും ആ എൻകോഡിംഗ് സ്കീമിൽ യൂസ് ചെയ്യുന്നത്. ദെൻ base 64നകത്ത് അത് PGP യൂസ് ചെയ്യുന്നത് base 64 ആണ്. അപ്പൊ അതിനകത്താണ് ഇറ്റ്സ് എ കോമൺ വൺ ഫോർ എൻകോഡിംഗ് ആർബിട്രറി ബൈനറി ഡാറ്റ ഇൻ സച്ച് എ വേ ആസ് ടു be invulnerable to the processing by mail transport programs. It is also used in PGP. Mail transport ഒരു മെയിലിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നെറ്റ്വർക്കിലൂടെ അത് ഇൻവൾണറബിൾ ആയിരിക്കും വരണം. അപ്പൊ അതിനുള്ളൊരു ടൈപ്പ് ഓഫ് എൻകോഡിംഗ് ആണ് base 64 ട്രാൻസ്ഫർ എൻകോഡിംഗ്. സോ ദീസ് ആർ അബൌട്ട് ദ MIME ട്രാൻസ്ഫർ എൻകോഡിംഗ്സ്. സോ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് മൈമിൽ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കാനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ മെയിൻലി 2 ടൈപ്പ് ഫോം ആണുള്ളത്. Canonical form is a format appropriate to the content type that is standardized for use between systems. The 2 types of forms ആണ് മെയിൻലി ഒരു MIME മെസ്സേജിന് വരുന്നത്, നേറ്റീവ് ഫോമും കാനോണിക്കൽ ഫോം. നേറ്റീവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്പെസിഫിക് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമാറ്റിനെയാണ് നേറ്റീവ് ഫോം എന്ന് പറയുന്നത്. കാനോണിക്കൽ ഫോം എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ആണ്, ഒരു യൂണിവേഴ്സൽ കാനോണിക്കൽ ഫോം എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് എല്ലാ സിസ്റ്റത്തിലേക്കും ഇതിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നേറ്റീവ് ഫോം, the body to be transmitted is created in the system's native format. The native character set is used. Canonical form എന്ന് പറയുന്നത് the entire body is converted to a universal canonical form. ഒരു സ്റ്റാൻഡേർഡ് പോലെ സ്റ്റാൻഡേർഡൈസ്ഡ് വേ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കാനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അതിലേക്ക് കൺവെർട്ട് ചെയ്യണമെങ്കിൽ ക്യാരക്ടേഴ്സിനെ കൺവെർട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓഡിയോ ഡാറ്റ, കംപ്രഷൻ ഓർ വേരിയസ് അതർ ഓപ്പറേഷൻ സ്പെസിഫിക് ടു ദ വേരിയസ് മീഡിയ ടൈപ്സ്. അങ്ങനെ 2 ഫോംസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ആണ് വരുന്നത് സെക്യൂർ മൈം. MIME മീൻസ് സെക്യൂർ മൈം. മൈം എന്ന് പറയുന്നത് ഒരു ഇമെയിലിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ തന്നെ സെക്യൂർ മൈം എന്ന് പറയുമ്പോൾ മൈമിൽ തന്നെ ഇമെയിലിന്റെ ട്രാൻസ്ഫറിൽ തന്നെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അതിനെ MIME എന്ന് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി എന്താണ്? എൻക്രിപ്ഷൻ ആൻഡ് ഒതന്റിക്കേഷൻ. എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു എൻക്രിപ്റ്റ് ചെയ്യുക, ഒരു മെസ്സേജിന് ഇമെയിൽ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുക. ഒതന്റിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സൈൻ ചെയ്യാം, ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുക്കുന്നതിനാണ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ SMIMEയുടെ ഫംഗ്ഷനാലിറ്റീസ് ആണ് പറയുന്നത്. മെയിൻലി 4 ഫംഗ്ഷൻസ് ആണ് ഇതിന് വരുന്നത്. എൻവലപ്ഡ് ഡാറ്റ, സൈൻഡ് ഡാറ്റ, ക്ലിയർ സൈൻഡ് ഡാറ്റ, സൈൻഡ് ആൻഡ് എൻവലപ്ഡ് ഡാറ്റ. ഇതിനെ പറ്റിയാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ എൻവലപ്ഡ് ഡാറ്റ മീൻസ്, എൻവലപ്ഡ് മീൻസ് കൈൻഡ് ഓഫ് എൻക്രിപ്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് കൈൻഡ് ഓഫ് എൻക്രിപ്റ്റഡ് കണ്ടന്റ് ഓഫ് എനി ടൈം. അപ്പോൾ ഇമെയിൽ മെസ്സേജിനെ തന്നെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എൻവലപ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. And encrypted content encryption keys for one or more recipients. അതുപോലെ കീസിനെയും എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. സൈൻഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുക്കുന്നു. ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോം ചെയ്യുന്ന നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരു മെസ്സേജ് ഡൈജസ്റ്റ് ആദ്യം ഫോം ചെയ്യുന്നു, എന്നിട്ട് മെസ്സേജ് ഡൈജസ്റ്റിനെ സൈൻ ചെയ്യുന്നു. സൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കീ വെച്ച്, സെൻഡറിന്റെ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നതിനാണ് സൈൻ ചെയ്യാന്ന് പറയുന്നത്. ദെൻ ഈ കണ്ടന്റിനെയും സിഗ്നേച്ചറിനെയും ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. base 64 വെച്ച് എൻകോഡ് ചെയ്യുന്നുണ്ട്. എൻകോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്.
ഇവിടെ signed a digital signature is formed by taking the message digest. Message digest കിട്ടുന്നത് എങ്ങനെയാണ്? ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടുന്നു of the content to be signed and then encrypting that with the private key of the signer. The content plus signature are then encoded. Signature എന്ന് പറയുന്നത് ഹാഷ് കോഡാണ്. Are then encoded using base64 encoding. A signed data message can only be viewed by a recipient with a secure MIME capability. Recipientum ഈ capability ഉണ്ടായിരിക്കും. Then clear signed data എന്ന് പറയുമ്പോൾ it is similar to signed data, ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് a digital signature form ചെയ്യുന്നു. However, in this case, only the digital signature is encoded using base64. നേരത്തെ കേസിൽ കണ്ടന്റിനും സിഗ്നേച്ചറിനും എൻകോഡ് ചെയ്യുന്നുണ്ട്. സൈൻഡ് ഡാറ്റയിൽ ഇതിനകത്ത് സിഗ്നേച്ചറിന് മാത്രമാണ് എൻകോഡ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഡിഫറൻസ്. ഈ സൈൻഡ് ആൻഡ് എൻവലപ്പ് ഇതിന്റെ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത്. അതായത് എൻക്രിപ്ഷനും വരുന്നുണ്ട് ഇതിൽ, അതുപോലെ തന്നെ സൈനിങ്ങും ഒതന്റിക്കേഷനും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കോമ്പിനേഷനെയാണ് സൈൻഡ് ആൻഡ് എൻവലപ്പ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതാണ് സെക്യൂർ മൈമിന്റെ ഫംഗ്ഷനാലിറ്റീസ്, 4 ഫംഗ്ഷനാലിറ്റീസ്. MIME function, MIME security functionality ഒരു ഡയഗ്രാമാണ് ഇത് പറയുന്നത്. സെൻഡർ സൈഡും റിസീവർ സൈഡും. അപ്പൊ ഇതിൽ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സൈനും ചെയ്യുന്നുണ്ട്, ദെൻ എൻക്രിപ്ഷനും ചെയ്യുന്നുണ്ട്. ഇവിടെ ആദ്യം മെസ്സേജ്, സെൻഡർ സൈഡ് ആണ് ആദ്യം പറയുന്നത്. സെൻഡർ സൈൻസ് ദെൻ എൻക്രിപ്റ്റ്സ് ദ മെസ്സേജ്. സോ ആദ്യം മെസ്സേജ് എടുത്തു, ദെൻ മെസ്സേജിനെ സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കീ, സെൻഡറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യാന്നാണ് മീനിങ്. പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തു. ദെൻ അതിനുവേണ്ടി SHA-2256 RSA അതൊക്കെ യൂസ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞ് മെസ്സേജും കിട്ടുന്ന സിഗ്നേച്ചർ ഒറിജിനൽ മെസ്സേജിന്റെ ഒപ്പം അപ്പൻഡ് ചെയ്തു. ദെൻ ഇതിനെ ടുഗദർ എൻക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പൊ സൈനിങ് പ്രോസസ്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് എൻക്രിപ്റ്റ്, സൈൻ അപ്പൻഡ് ചെയ്തു, ദെൻ എൻക്രിപ്റ്റ് ചെയ്യുന്നു യൂസിങ് 1 ടൈം സീക്രട്ട് കീ, സിമെട്രിക് എൻക്രിപ്ഷൻ ചെയ്തു. ദെൻ എഗെയിൻ ഇതിനെ റിസീവറിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് എഗെയിൻ എൻക്രിപ്റ്റ് ചെയ്തു. മെസ്സേജ് പ്ലസ് സിഗ്നേച്ചറിന് റിസീവറിന്റെ പബ്ലിക് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തു. റിസീവർ സൈഡിൽ എന്ത് ചെയ്യണം? ഡീക്രിപ്റ്റ് ചെയ്യണം, അതുപോലെ ഒതന്റിക്കേഷൻ വെരിഫൈ ചെയ്യണം. അപ്പൊ റിസീവർ സൈഡിൽ റിസീവറിന്റെ പ്രൈവറ്റ് പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തപ്പോൾ റിസീവറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്തു. സോ ഇത് ഒതന്റിക്കേഷൻ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ എഗെയിൻ അതിനെ 1 ടൈം സീക്രട്ട് കീ യൂസ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്തു. ഇവിടെ എൻക്രിപ്റ്റ് ചെയ്ത സെയിം കീ തന്നെ യൂസ് ചെയ്തിട്ട് ഡീക്രിപ്റ്റ് ചെയ്തു. മെസ്സേജ് പ്ലസ് സിഗ്നേച്ചർ. ദെൻ ഈ മെസ്സേജിന് സിഗ്നേച്ചർ again receiver calculates the signature and verifies the signature. സെക്യൂർ മൈമിനകത്ത് ക്രിപ്റ്റോഗ്രഫി, എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് ഡിജിറ്റൽ സിഗ്നേച്ചറിന് യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ് ആൻഡ് RSA, ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത് SHA-1 ആൻഡ് MD5. ഇതൊക്കെ നമ്മൾ 4th മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള അൽഗോരിതംസ് ആണ്. ദെൻ സെഷൻ കീ എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്ന എൽഗമാൽ ആൻഡ് RSA. എൽഗമാൽ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത, സിലബസിൽ വരാത്തൊരു അൽഗോരിതാണ്. മെസ്സേജിന് എൻക്രിപ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് AES, DDES, RC240 and others have process to decide which algorithm to use. അപ്പോൾ ഏത് അൽഗോരിതം ആണ് യൂസ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യാൻ ഒരു പ്രോസസ്സ് ഉണ്ട്. MIME message preparation. MIME secures a MIME entity with a signature, encryption or both. Signature means authentication, encryption means it will provide confidentiality. So first MIME entity prepare ചെയ്യുന്നു, then add security related data to produce a PKCS. PKCS means Public Key Cryptography Standard Object. This is again wrapped in MIME. Secure MIME content 5 types ആണ് വരുന്നത്. MIME content, so the message content, it can be an enveloped data, signed data, clear signed data, registration request, certificate only message. ഇപ്പോൾ മെസ്സേജ് അതായത് കണ്ടന്റ് എന്ന് പറയുന്നത് ഈ 5 ടൈപ്പിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഡാറ്റ ആയിരിക്കും. MIME കണ്ടന്റ് ടൈപ്സിൽ ഫസ്റ്റ് ടൈപ്പ് കണ്ടന്റ് ആണ് എൻവലപ്ഡ് ഡാറ്റ. അതായത് ഒരു ഇമെയിൽ മെസ്സേജിന്റെ കണ്ടന്റ് ഒരു ടൈപ്പാണ് എൻവലപ്ഡ് ഡാറ്റ. എൻവലപ്ഡ് എന്ന് പറഞ്ഞ മീനിങ് എൻക്രിപ്റ്റഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഡാറ്റ അതായത് മെസ്സേജ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത് സെഷൻ കീ വെച്ചിട്ടാണ്. ഒരു സെഷനും ഡിഫറെന്റ് കീസ് ആയിരിക്കും. ഒരു സെഷനിൽ സെൻഡറും റിസീവറും ഒരു സെഷൻ കീ വെച്ചിട്ടാണ് സെൻഡർ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് റിസീവറിന് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എൻവലപ്ഡ് ഡാറ്റ, അപ്പോൾ സെൻഡർ സൈഡിൽ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 4 സ്റ്റെപ്സ് ആണ് ഇവിടെ ചെയ്യുക. സോ ഫസ്റ്റ് ജനറേറ്റ് എ സ്യൂഡോ റാൻഡം സെഷൻ കീ. സെഷൻ കീ ജനറേറ്റ് ചെയ്യുന്നു. ദെൻ ഫോർ ഈച്ച് റെസിപ്പിയന്റ് എൻക്രിപ്റ്റ് ദ സെഷൻ കീ. സെഷൻ കീനെ ആദ്യം തന്നെ എൻക്രിപ്റ്റ് ചെയ്യണം വിത്ത് റെസിപ്പിയൻസ് പബ്ലിക് കീ. റെസിപ്പിയന്റിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. സോ റെസിപ്പിയന്റിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് റെസിപ്പിയന്റിന് മാത്രമേ ആ സെഷൻ കീനെ ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ തേർഡ് സ്റ്റെപ്പ്, ഫോർ ഈച്ച് റെസിപ്പിയന്റ് പ്രിപ്പയർ എ ബ്ലോക്ക് നോൺ ആസ് റെസിപ്പിയന്റ് ഇൻഫോ. ഒരു സെൻഡർ
ഒരു റിസീവറിന് സെൻഡ് ചെയ്യുമ്പോൾ ഒരു റെസിപ്പിയന്റ് ഇൻഫോ എന്ന് പറഞ്ഞൊരു ബ്ലോക്കും കൂടിയും ഇതിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ബ്ലോക്കിൽ എന്തൊക്കെയാണ് വരുന്നത്? ആൻ ഐഡന്റിഫയർ ഓഫ് recipients public key certificates. So that is first one. Then identifier of the algorithm used to encrypt the session key, and the third one is the encrypted session key. So മൂന്ന് കാര്യങ്ങളാണ് recipient info എന്ന് പറയുന്നതിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത് സെൻഡർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് റെസിപ്പിയന്റിന് ഒരുപാട് പബ്ലിക് കീസ് ഉണ്ടായിരിക്കും. സിംഗിൾ പബ്ലിക് കീ അല്ല, പബ്ലിക് കീ പ്രൈവറ്റ് കീ പേഴ്സ് കുറേ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏത് പബ്ലിക് കീ ആണോ യൂസ് ചെയ്തത്, കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യേണ്ടത്, അതാണ് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദെൻ ഏത് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്, ദെൻ എൻക്രിപ്റ്റഡ് സെഷൻ കീ. ഇത്രയും മൂന്ന് കാര്യങ്ങൾ റെസിപ്പിയന്റ് ഇൻഫോ എന്ന് പറഞ്ഞ ബ്ലോക്കിനകത്ത് ഉണ്ടായിരിക്കും. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? മെസ്സേജിനെ സെഷൻ കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യുക. ഇത്രയും 4 സ്റ്റെപ്സ് ചെയ്തിട്ട് എൻവലപ്ഡ് ഡാറ്റ, എൻവലപ്ഡ് മീൻസ് എൻക്രിപ്റ്റഡ് ഡാറ്റ മെസ്സേജിന് സെൻഡർ സെൻഡ് ചെയ്യുന്നു. ഈ റിസീവർ അതിൽ നിന്ന് റിക്കവർ ചെയ്യണം. മെസ്സേജിനെ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടു റിക്കവർ ദ എൻക്രിപ്റ്റഡ് മെസ്സേജ്, ദ റെസിപ്പിയന്റ് ഫസ്റ്റ് സ്ട്രിപ്സ് ഓഫ് ദ ബേസ് 64 എൻകോഡിംഗ്. ഒരു എൻകോഡിംഗ് ഉണ്ടായിരിക്കും. മെയിൽ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്ന എൻകോഡിംഗിൽ നിന്ന് ആദ്യം അതിനെ തിരിച്ചെടുക്കും. ദെൻ മെസ്സേജിന്, ദെൻ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട്, റെസിപ്പിയന്റിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് സെഷൻ കീനെ ഡിക്രിപ്റ്റ് ചെയ്യും. Then next finally the message content is decrypted with the session key. Then session key യൂസ് ചെയ്തിട്ട് മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്ത് അതിനെ എടുക്കും. ഇത്രയൊക്കെയാണ് എൻവലപ്ഡ് ഡാറ്റ എന്ന് പറയുന്ന കണ്ടന്റ് ആണെങ്കിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എൻവലപ്ഡ് ഡാറ്റയ്ക്ക് എക്സാമ്പിൾ ആണ് പറയുന്നത്. സോ എക്സാമ്പിൾ ഇങ്ങനെയായിരിക്കും. അതിന്റെ കണ്ടന്റ് ടൈപ്പ് ഈക്വൽ ടു ആപ്ലിക്കേഷൻ, PKCS പബ്ലിക് കീ ക്രിപ്റ്റോ സ്റ്റാൻഡേർഡ് ആണ്. 7 സെക്യൂർ മൈം ടൈപ്പ് ഈക്വൽ ടു, ടൈപ്പ് എന്ന് പറഞ്ഞ ഫീൽഡ് ഈക്വൽ ടു എൻവലപ്ഡ് ഡാറ്റ എന്ന് കൊടുക്കണം. എന്തെങ്കിലും ഒരു നെയിം ഉണ്ടായിരിക്കും. ദെൻ കണ്ടന്റ് ട്രാൻസ്ഫർ എൻകോഡിംഗ് ബേസ് 64 ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടന്റ് ഡിസ്പൊസിഷൻ അറ്റാച്ച്മെന്റ് ഫയലിന്റെ നെയിം കൊടുക്കും. ഇവിടെയാണ് MIME ടൈപ്പ് കൊടുക്കുന്നത്, എൻവലപ്ഡ് ഡാറ്റ. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് സൈൻഡ് ഡാറ്റ. സോ ദ മെസ്സേജ് ഇസ് സൈൻഡ്. സൈൻഡ് മീൻസ് വാട്ട്? പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യാണ്. സെൻഡറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സെൻഡറിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണ് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സെൻഡറിനെ ഒതന്റിക്കേറ്റ് ചെയ്യണം. ആരാണ് സെൻഡ് ചെയ്തതെന്ന് ഒതന്റിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് സൈനിങ്, സിഗ്നേച്ചർ. സോ ദ സൈൻഡ് ഡാറ്റ MIME ടൈപ്പ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് 1 or more signers. The steps for preparing signed data MIME entity are. So first ഒരു മെസ്സേജ് ഡൈജസ്റ്റിന്റെ ഏതെങ്കിലും ഒരു അൽഗോരിതം സെലക്ട് ചെയ്യണം. അപ്പോൾ SHA ഉണ്ട്, MD5 ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. എന്നിട്ട് മെസ്സേജ് ഡൈജസ്റ്റ് ആദ്യം കമ്പ്യൂട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹാഷ് ഫംഗ്ഷൻ വെച്ച് മെസ്സേജ് ഡൈജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തു. ദെൻ മെസ്സേജ് ഡൈജസ്റ്റിനെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സിഗ്നേച്ചർ ഫോം ചെയ്യുന്നത്. എൻക്രിപ്റ്റ് ദ മെസ്സേജ് ഡൈജസ്റ്റ് വിത്ത് സൈനേഴ്സ് പ്രൈവറ്റ് കീ. സോ ദിസ് ഫോംസ് ദ സിഗ്നേച്ചർ. കാരണം സൈനേഴ്സ് പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് എപ്പോഴും യുണീക്ക് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് മെസ്സേജ് ഡൈജസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. ദെൻ ഒരു സൈനർ ഇൻഫോ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട്. എൻവലപ്ഡ് ഡാറ്റയിലാണെങ്കിൽ റെസിപ്പിയന്റ് ഇൻഫോ എന്ന് പറഞ്ഞ ബ്ലോക്ക് ഉണ്ടാക്കിയതുപോലെ ഇവിടെ സൈനർ ഇൻഫോ എന്ന് പറഞ്ഞ ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ വരുന്ന എന്തൊക്കെയാണ്? സൈനേഴ്സ് പബ്ലിക് കീസ് സർട്ടിഫിക്കറ്റ്, സൈനറിന്റെ പബ്ലിക് കീ. ദെൻ അടുത്ത് വരുന്നത് ദ മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം, മെസ്സേജ് ഡൈജസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്ത അൽഗോരിതം. പിന്നെ അൽഗോരിതം ടു എൻക്രിപ്റ്റ് ദ മെസ്സേജ് ഡൈജസ്റ്റ് എൻക്രിപ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്ത അൽഗോരിതം. ദെൻ എൻക്രിപ്റ്റഡ് മെസ്സേജ് ഡൈജസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പബ്ലിക് കീ of the signer or the sender, then message digest algorithm, then message and digest encryption algorithm and the encrypted message digest. അങ്ങനെ 4 കാര്യങ്ങളാണ് ഇതിൽ സൈനർ ഇൻഫോ എന്ന് പറഞ്ഞ ബ്ലോക്കിൽ വരുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് സൈൻഡ് ഡാറ്റ എന്ന് പറയുന്ന കണ്ടന്റ് MIME ടൈപ്പ് കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ്. സെക്കൻഡ് കണ്ടന്റ് ടൈപ്പ് സൈൻഡ് ഡാറ്റ. അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ MIME ടൈപ്പ് സൈൻഡ് ഡാറ്റ എന്ന് വരും. ദെൻ നെയിം, കണ്ടന്റ് ട്രാൻസ്ഫർ എൻകോഡിംഗ് ബേസ് 64 ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫയൽ നെയിം കൊടുത്തിരിക്കും. ഈ റിസീവർ സൈഡിൽ ഇതിനെ റിക്കവർ ചെയ്യണം, സൈൻഡ് മെസ്സേജിനെ റിക്കവർ ചെയ്യണം. ഇപ്പോൾ സൈൻഡ് മെസ്സേജ് ആയതുകൊണ്ട് അതിന്റെ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യണം. സിഗ്നേച്ചർ വെരിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് മെസ്സേജ് ഡൈജസ്റ്റിനെ വെരിഫൈ ചെയ്യലാണ്. The recipient first strips off the base 64 encoding. So ആദ്യം base 64 encoding അതിനെ ഡീകോഡ് ചെയ്യുന്നു. ദെൻ സൈനറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് മെസ്സേജ് ഡൈജസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്തത് സെൻഡർ. സോ അതിന്റെ സെൻഡറിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടി. സെൻഡർ സെൻഡ് ചെയ്ത മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടി. ഈ റെസിപ്പിയന്റ് മെസ്സേജ് ഡൈജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മെസ്സേജിൽ നിന്ന് മെസ്സേജ് ഡൈജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ കാൽക്കുലേറ്റഡ് മെസ്സേജ് ഡൈജസ്റ്റും റിസീവ്ഡ് മെസ്സേജ് ഡൈജസ്റ്റും സെയിം ആണെങ്കിൽ അതിനെ വെരിഫൈ ചെയ്തു. ഒതന്റിക്കേഷൻ പ്രൊവൈഡഡ്.
നോർമലി ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്, റിസീവർ സൈഡിൽ ചെയ്യുന്നത്. MIME തേർഡ് കണ്ടന്റ് ടൈപ്പ് ആണ് ക്ലിയർ സൈനിങ്. സോ ക്ലിയർ സൈനിങ് ഇസ് അച്ചീവ്ഡ് യൂസിങ് മൾട്ടി പാർട്ട് കണ്ടന്റ് ടൈപ്പ്. അപ്പൊ അതിലെ കണ്ടന്റ് ടൈപ്പ് വാല്യൂ എന്ന് പറയുന്നത് മൾട്ടി പാർട്ട് ആയിരിക്കും. മൾട്ടി പാർട്ട് മീൻസ് ആ മെസ്സേജിന് മോർ ദാൻ വൺ പാർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ 2 പാർട്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും മൈം ടൈപ്പ് ആയിരിക്കാം, എനി മൈം ടൈപ്പ്. ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ടൈപ്പ് ആയിരിക്കും. മൈം ടൈപ്പ് എന്ന് പറയുന്നത് അതിന്റെ ആപ്ലിക്കേഷൻ ടൈപ്പ് ആയിരിക്കും. എക്സാമ്പിൾ ഫോർ ക്ലിയർ സൈനിങ്. ക്ലിയർ സൈനിങ്ങിന്റെ കണ്ടന്റ് ടൈപ്പ് എന്ന് പറയുന്നത് മൾട്ടി പാർട്ട് ആണ്. മൾട്ടി പാർട്ട് സൈൻഡ്. ദെൻ ഇതാണ് 2 പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 പാർട്ടിനെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കണ്ടന്റ് ടൈപ്പ് ടെക്സ്റ്റ് ഓർ പ്ലെയിൻ. അതായത് ഡിഫറെന്റ് കണ്ടന്റ് ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ടെക്സ്റ്റ് ഓർ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ടൈപ്പ് ആണ്. ഏത് കണ്ടന്റ് ടൈപ്പ് വേണമെങ്കിലും ഫസ്റ്റ് പാർട്ടിന് വരാം. ബൗണ്ടറി ഈക്വൽ ടു ബൗണ്ടറി 42. ഈ 2 കണ്ടന്റ് ടൈപ്പുകൾ തമ്മിലുള്ള ബൗണ്ടറി ആയിട്ട് ബൗണ്ടറി 42 എന്ന് പറഞ്ഞ ഒരു കീവേഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ് ടൈപ്പ് ആണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കണ്ടന്റ് ടൈപ്പ് ആണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. ആപ്ലിക്കേഷൻ PK പബ്ലിക് കീ ക്രിപ്റ്റോ സ്റ്റാൻഡേർഡ് 7 സിഗ്നേച്ചർ. ഇങ്ങനെ 2 പാർട്ട് ഉണ്ടായിരിക്കും ഈ ക്ലിയർ സൈനിങ് യൂസ് ചെയ്യുമ്പോൾ. ഇതിൽ പ്രോട്ടോകോൾ പാരാമീറ്റർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിസ് ഇസ് എ 2-part ക്ലിയർ സൈൻഡ് എൻറ്റിറ്റി. ദെൻ മൈക്കാൽഗ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഉണ്ട്, അത് SHA1. മൈക്കാൽഗ് എന്ന് പറയുന്നത് മെസ്സേജ് ഇന്റഗ്രിറ്റി ചെക്ക് അൽഗോരിതം. ആ പാരാമീറ്റർ SHA1 ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റിസീവർ പാർട്ട് 1ന്റെയും അതുപോലെ ഫസ്റ്റ് പാർട്ടിന്റെയും സെക്കൻഡ് പാർട്ടിന്റെയും മെസ്സേജ് ഡൈജസ്റ്റ് കമ്പയർ ചെയ്തിട്ടാണ് ഒതന്റിക്കേഷൻ അത് ചെക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് മൈം ടൈപ്പ് ആണ് രജിസ്ട്രേഷൻ. മൈം ടൈപ്പ് ആണ് രജിസ്ട്രേഷൻ റിക്വസ്റ്റ്. അതായത് ഈ മെസ്സേജിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റ് ആയിരിക്കാം കണ്ടന്റ്. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഓരോ യൂസറിനും, സെൻഡർ ആണെങ്കിലും റിസീവറിനാണെങ്കിലും അവർക്ക് പെയർ ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീസ് ഉണ്ട്. അപ്പോൾ പബ്ലിക് കീസിനൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും, ഒരു സർട്ടിഫിക്കേഷൻ അതോറിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ആയിരിക്കും ഈ മെസ്സേജിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. An application or user will apply to a certification authority for a public key certificate. അപ്പോൾ അതിന്റെ പബ്ലിക് കീസ് ഒക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന്റെ അപ്ലിക്കേഷൻ PKCS 10 SMIME entity ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് to transfer a certification request. സർട്ടിഫിക്കേഷൻ റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സംഭവങ്ങളാണ് സർട്ടിഫിക്കേഷൻ റിക്വസ്റ്റ് ഇൻഫർമേഷൻ ബ്ലോക്ക് ഉണ്ടായിരിക്കും. Then it is followed by an identifier of the public key encryption algorithm. ഏത് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. Then followed by the signature of the certification request info block made using the sender's private key. 3 കാര്യങ്ങളാണ് ഈ സർട്ടിഫിക്കേഷൻ റിക്വസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു സർട്ടിഫിക്കേഷൻ റിക്വസ്റ്റ് ഇൻഫോ ബ്ലോക്ക്, then identifier of the public key encryption algorithm, then the signature of the certification request info block. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ സർട്ടിഫിക്കേഷൻ റിക്വസ്റ്റ് ഇൻഫോ ബ്ലോക്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? 2 കാര്യങ്ങളാണ് ഉണ്ടാക്കുക. നെയിം ഓഫ് ദ സർട്ടിഫിക്കറ്റ് സബ്ജക്ട്, ആരുടെ പബ്ലിക് കീ ആണോ സർട്ടിഫൈ ചെയ്യേണ്ടത് ആ സെൻഡറിന്റെ നെയിം ഉണ്ടായിരിക്കും. ദെൻ സെക്കൻഡ്ലി എ ബിറ്റ് സ്ട്രിംഗ് റെപ്രസെന്റേഷൻ ഓഫ് ദ യൂസേഴ്സ് പബ്ലിക് കീ, യൂസറിന്റെ പബ്ലിക് കീയുടെ ഒരു ബിറ്റ് സ്ട്രിംഗ് ആയിട്ടുള്ള റെപ്രസെന്റേഷനും ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അഗെയിൻ ഇറ്റ്സ് എൻ SMIME കണ്ടന്റ് ടൈപ്പ്. So next SMIME type is a certificate only messages. So registration request ഒരു ടൈപ്പ് നമ്മൾ കണ്ടു. ഇനി അതിന്റെ ഒരു ആൻസർ ആയിട്ടാണ് സർട്ടിഫിക്കറ്റ് ഒരു ടൈപ്പ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. So a message containing only certificates or a certificate revocation list can be sent in response to a registration request. So അതിനെയാണ് സർട്ടിഫിക്കറ്റ് ഓൺലി ടൈപ്പ് എന്ന് പറയുന്നത്. The message is an application PKCS 7 MIME type subtype with an SMIME type parameter of degenerate. The steps involved are the same as those for creating signed data message, except that there is no message content and the signer info field is empty. Just the registration request in ഒരു ആൻസർ ആണ് ഇത് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് ആണ്, ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണിത്, സർട്ടിഫിക്കറ്റ്സ് ഓൺലി മെസ്സേജ്. So next topic is SMIME certificate processing. പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ് ഓരോ ക്ലയന്റിനും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, ഓരോ സെൻഡറിനാണെങ്കിലും റിസീവറിനാണെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ്സിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. SMIME uses public key certificates that conform to version 3 of X.509. ഈ സ്റ്റാൻഡേർഡായിട്ട് കൺഫേം ചെയ്തിട്ട് വരുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത്. ദെൻ ഈ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് ഇതിന്റെ കീ മാനേജ്മെന്റ് സ്കീം SMIME-ന്റെ is in some ways a hybrid between a strict X.509 certification hierarchy and PGP's web of trust. PGPയുടെ ട്രസ്റ്റ് മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഓരോ സെൻഡർ ഓർ റിസീവറിനും ഒരു ട്രസ്റ്റ് സർട്ടിഫിക്കറ്റ്സിന്റെ ഒരു ട്രസ്റ്റ്
അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഹൈബ്രിഡ് ടൈപ്പാണ് ഇവിടെ SMIME യൂസ് ചെയ്യുന്നത്. As with the PGP model, SMIME managers or users must configure each client with a list of trusted keys and with certificate revocation list. ഒരു ട്രസ്റ്റ് വാല്യൂ ഉണ്ടായിരിക്കും. ഓരോ സർട്ടിഫിക്കറ്റ്സിനും ഒരു ട്രസ്റ്റ് വാല്യൂ ഉണ്ടായിരിക്കും, എത്രത്തോളം അതിന് ട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നുള്ളത്. സോ ഇത് ലോക്കലാണ്, ഓരോ ക്ലയൻറ്റും ആണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബട്ട് ഒരു സർട്ടിഫിക്കറ്റ്സ് ആർ സൈൻഡ് ബൈ സർട്ടിഫിക്കേഷൻ അതോറിറ്റീസ്. സർട്ടിഫിക്കറ്റ്സിൻ്റെ ലിസ്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലോക്കലായിട്ടാണ് ഇൻ ഈച്ച് ക്ലയൻറ്റ്. ബട്ട് ഒരു സെൻട്രൽ സർട്ടിഫിക്കേഷൻ അതോറിറ്റി അതിനെ സൈൻ ചെയ്യും. സർട്ടിഫിക്കറ്റ് പ്രോസസ്സിംഗിൽ വരുന്ന കീ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഓരോ യൂസറിനും പബ്ലിക് കീ, പെയർ ഓഫ് പബ്ലിക് കീസും ഉണ്ടായിരിക്കും, പ്രൈവറ്റ് കീസും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ആദ്യം തന്നെ ഈ കീകളെ ജനറേറ്റ് ചെയ്യണം. ഒരു യൂസർ, ദ യൂസർ ഓഫ് സം റിലേറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് യൂട്ടിലിറ്റി മസ്റ്റ് ബി ഏബിൾ ടു ജനറേറ്റ് സെപ്പറേറ്റ് ഡിഫി-ഹെൽമാൻ ആൻഡ് DSS കീ പെയേഴ്സ്. കീ പെയേഴ്സ് ജനറേറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് RSA കീ പെയേഴ്സ്. പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്യണം. ഈ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ പബ്ലിക് കീ എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിരിക്കണം. അതിനുവേണ്ടി അതിനെ രജിസ്റ്റർ ചെയ്യണം. സർട്ടിഫിക്കേഷൻ അതോറിറ്റി ആയിട്ട് അതിനെ രജിസ്റ്റർ ചെയ്യണം. ദെൻ ഈ സർട്ടിഫിക്കറ്റ്സ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സിനെ സ്റ്റോർ ചെയ്യണം. ഫോർ ഫ്യൂച്ചർ റിട്രീവലിന് വേണ്ടി അതിനെ സ്റ്റോർ ചെയ്യണം. എ യൂസർ റിക്വയർസ് ആക്സസ് ടു എ ലോക്കൽ ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഇൻ ഓർഡർ ടു വെരിഫൈ ഇൻകമിംഗ് സിഗ്നേച്ചർ ആൻഡ് ടു എൻക്രിപ്റ്റ് ഔട്ട് ഗോയിങ് മെസ്സേജസ്. അപ്പം ഇങ്ങനെയാണ് ഇതിൽ സർട്ടിഫിക്കറ്റ് പ്രോസസ്സിംഗിൽ കീ മാനേജ്മെന്റ് ചെയ്യുന്നത്. കീ ഫസ്റ്റ് ജനറേറ്റ് ചെയ്യണം. ദെൻ പബ്ലിക് കീ ജനറേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിനെ രജിസ്റ്റർ ചെയ്യണം. ദെൻ അതിനെ സ്റ്റോർ ചെയ്യണം, സർട്ടിഫിക്കറ്റ്സിനെ സ്റ്റോർ ചെയ്യണം. സോ ഡിഫറെൻറ്റ് കമ്പനീസ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക് കീ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കേഷൻ അതോറിറ്റി സർവീസസ്. സോ അതിൽ ഒരെണ്ണമാണ് ഫോർ എക്സാമ്പിൾ നോർട്ടൽ ഹാസ് ഡിസൈൻഡ് ആൻ എന്റർപ്രൈസ് CS സർട്ടിഫിക്കറ്റ് അതോറിറ്റി സൊല്യൂഷൻ ആൻഡ് ക്യാൻ പ്രൊവൈഡ് SMIME സപ്പോർട്ട് വിതിൻ ആൻ ഓർഗനൈസേഷൻ. അതുപോലെ അനദർ കമ്പനിയാണ് വെരിസൈൻ. വെരിസൈൻ പ്രൊവൈഡ്സ് എ certification authority service that is intended to be compatible with SMIME VeriSign issues. So ഈ സർട്ടിഫിക്കറ്റ്സ് വിത്ത് പ്രോഡക്റ്റ് നെയിം വെരിസൈൻ ഡിജിറ്റൽ ID, ഓരോന്നിനും ഡിജിറ്റൽ ID ഉണ്ടായിരിക്കും, ഡിജിറ്റൽ ആയിട്ട് വരുന്നൊരു ID ഉണ്ടായിരിക്കും. ആ ഡിജിറ്റൽ IDയിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടന്റ്സ് ഇതൊക്കെയാണ്. സോ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ് ആണ്, അതുകൊണ്ട് ഓണറിന്റെ പബ്ലിക് കീ ഉണ്ടായിരിക്കണം. ദെൻ ഓണറിന്റെ നെയിം, then expiration date of the digital ID, then serial number of the digital ID, name of the certification authority that issued the digital ID, digital signature of the certification authority that issued the digital ID. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഡിജിറ്റൽ IDയിൽ ഉണ്ടായിരിക്കും. സോ വെരിസൈൻ 3 ലെവൽസ് അല്ലെങ്കിൽ ക്ലാസ്സസ് ഓഫ് സെക്യൂരിറ്റി ഫോർ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ്, 3 ലെവലിൽ ഒരു 3 ക്ലാസ്സിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫോർ ക്ലാസ് 1 ആണെങ്കിൽ ഇമെയിൽ, ജസ്റ്റ് ഒരു ഇമെയിലിലേക്ക് പിന്നും ഡിജിറ്റൽ ID പിക്കപ്പ് ഇൻഫർമേഷനും സെൻഡ് ചെയ്യണം, അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ് 2വിലാണെങ്കിൽ വെരിസൈൻ വെരിഫൈസ് ദ ഇൻഫർമേഷൻ ഇൻ ദ ആപ്ലിക്കേഷൻ ത്രൂ ആൻ ഓട്ടോമേറ്റഡ് കമ്പാരിസൺ വിത്ത് ദ കൺസ്യൂമർ ഡാറ്റാബേസ്. കമ്പാരിസൺ നടത്തിയിട്ടാണ് ക്ലാസ് 2വിൽ ചെയ്യുന്നത്. ദെൻ കൺഫർമേഷൻ ഈസ് സെൻഡ് ടു ദ പോസ്റ്റൽ അഡ്രസ്, പോസ്റ്റൽ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യുന്നു. സോ ഫസ്റ്റ് വൺ ടു ദ ഇമെയിൽ, ദെൻ സെക്കൻഡ് വൺ ടു ദ പോസ്റ്റൽ അഡ്രസ്. So in class 3, VeriSign requires a higher level of identity assurance. An individual must prove his or her identity by providing notarized credential or applying in person. In person ആയിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അങ്ങനെ 3 ടൈപ്പ് ക്ലാസ്സസ് ആണ് ഇതിൽ വരുന്നത്. താങ്ക് യു.